then ഹായ് ഹലോ നമസ്കാരം. ഇത് മാരുതി ഓൾട്ടോ കേട്ടനാണ്. മാരുതി ഓൾട്ടോ കേട്ടൻ്റെ ഏറ്റവും പുതിയ മോഡൽ. അപ്പോൾ മാരുതി ഓൾട്ടോ കേട്ടൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ, പുതിയ കേട്ടനിലേക്ക് വരുന്നതിന് മുന്നേ ഓൾട്ടോയെക്കുറിച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മാരുതി ഓൾട്ടോയും ഞാനുമായിട്ട് അത്യാവശ്യം നല്ലൊരു ബന്ധമുണ്ട്. കാരണം എൻ്റെ ആദ്യ കാറ് 800 ആയിരുന്നു. അതിനുശേഷം ഒരു ഓൾട്ടോ മേടിച്ചു. ആ ഓൾട്ടോ മേടിച്ചപ്പോൾ VXi ആയിരുന്നു. VXi ഒന്നും ഇല്ല, LXi ആയിരുന്നു. LXi മേടിച്ചിട്ട് VXiയുടെ ബാഡ്ജ് ഒട്ടിക്കുകയും ടാക്കോമീറ്റർ പോലുള്ള, റിയർ വൈപ്പർ പോലുള്ള, ആംബിയൻ ലൈറ്റിംഗ് പോലുള്ള ഹൈ എൻഡ് കാറുകൾ കാണുന്ന പല കാര്യങ്ങളും ആ ഒരു കാറിലേക്ക് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയും ചെയ്തു. അതായത് നമ്മൾ ശരിക്കും കയ്യിൽ വെച്ച് തന്നെ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു മാരുതി ഓൾട്ടോ. അപ്പോൾ പുതിയ കേട്ടം വന്നു. ആ സമയത്ത് കേട്ടം വന്നപ്പോൾ 13.5 സെക്കൻഡിൽ 100 എത്തുമെന്നുള്ളതും സാധാരണക്കാരൻ്റെ ഹോട്ട് കാച്ച് നിലയ്ക്കൊക്കെ ഓൾട്ടോ കേട്ടനിലേക്ക് ഒരു അപ്ഗ്രേഡ് ഞാൻ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യായിരുന്നു. അത് പിന്നെ അങ്ങ് മാറിപ്പോയി ആസ്പയർ എടുത്തു. എന്നാലും ആ ഒരു ഓൾട്ടോ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫൺ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ഫണ്ണായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഓൾട്ടോ ഒന്നുകൂടി രൂപം മാറി. പിന്നെ കേട്ടൻ ഇല്ലാണ്ടായി. ഇപ്പോൾ ഇതാ പുതുതായിട്ട് കേട്ടൻ വന്നേക്കാണ്. അപ്പോൾ വണ്ടിപ്രാന്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നമുക്ക് ഓൾട്ടോ കേട്ടനെ വിശദമായി തന്നെ പരിചയപ്പെടാൻ പറയുമ്പോൾ മാരുതിയുടെ പുതിയ ആ ഒരു കാര്യമായിട്ടുള്ള ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് എഞ്ചിനോട് കൂടി വന്നിട്ടുള്ള ഈ ഒരു ഓൾട്ടോ എന്ന് പറയുന്നത് കാണാനും അത്യാവശ്യം മനോഹരമാണ്. കൂടാതെ AMT പോലുള്ള ആ ഒരു എന്താ പറയുക ഓപ്ഷൻസൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ സിട്രോൺ C3യുടെ കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ C3യുടെ കാര്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇല്ലാണ്ടൊരു വണ്ടി ഇറക്കിയവരിവിടെ. പക്ഷേ മാരുതിക്ക് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്, അതായത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ, AGS എന്ന് മാരുതി വിളിക്കുന്നു. അപ്പോൾ ആ ഒരു സംഗതി കൂടിയുള്ള ഒരു മോഡലാണ് ഓൾട്ടോ കേട്ടൻ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സ്വാഗതം. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. പിന്നെ ഈ ഒരു കളറിനും കൊണ്ടൊരു പ്രത്യേകത, ഞാൻ ഈ കളർ ചോദിച്ചു മേടിച്ചാണ്. അതായത് നമ്മൾ കന്യാകുമാരി ടു കാശ്മീർ പോയ നാനോയുടെ ആ ഒരു കളറും ബ്ലൂ ആയിരുന്നു. അപ്പോൾ ഓൾട്ടോയോടുള്ള പോലെ ഒരു ആത്മബന്ധം ഈ ഒരു കളറിനോടുമുണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സ്വാഗതം. Let's go. Here we go now. Batman scoop on the mic, mix in the mix on the wheels of steel. This is what I was fucking born to do. Let's go. മാരുതി ഓൾട്ടോ കേട്ടനകത്ത് ഒരു 3 സിലിണ്ടർ 1000 cc, അതായത് 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 66.6 PS-ഉം 89 Nm ആണ്. അപ്പോൾ ഇതൊരു ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ്. നീറ്റ് എഞ്ചിൻ ബേ ആണ്, ചെറിയ ഷോർട്ടായിട്ട് എഞ്ചിൻ ബേ ആണ്. അത്യാവശ്യം നീറ്റാണ് കാര്യങ്ങളൊക്കെ. ബോണറ്റ് ഇൻസേഷൻ ഇല്ല, പക്ഷേ NVH ലെവൽ കണ്ടെയ്നറാണ് വണ്ടി ഓടിച്ചപ്പോൾ തോന്നിയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടി ഓടിക്കും പറയാം. ഇപ്പോൾ ABS യൂണിറ്റ് നല്ല കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഒരു AMT ഉണ്ട്, AMT യൂണിറ്റ് കൂടി കാണാം. ECU വെച്ചേക്കുന്നത് ആ ഒരു സ്റ്റെറ്റിൻ്റെ മുകളിലായിട്ടാണ്. ചെറിയൊരു പൊസിഷൻ മാറ്റുന്നുണ്ട് പുതിയ വണ്ടിക്ക്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഇൻ കളറിൽ അത്യാവശ്യം നല്ല ഭംഗിയിടുന്ന വണ്ടി പറഞ്ഞില്ല. പക്ഷേ ബോണറ്റിൻ്റെ അകത്തുള്ള ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഡിഫറൻ്റ് ആണ്. ആ ഒരു പൈപ്പ് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഈ ഒരു വാട്ടറിൻ്റെ ഒറ്റ നോസിലുള്ളൂ. ആ നോസിൽ എന്ന് പറയുന്നത് സെൻറ്ററിലാണ്. ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. 24.9 AMTയുടെ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. കൂടാതെ 24.3 ആ ഒരു മാനുവലിൻ്റെ. അപ്പോൾ രണ്ടും 5 സ്പീഡാണ്. അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും കൂടിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓൾട്ടോ കേട്ടനകത്ത് കയറി കഴിയുമ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, പുറത്തൊരിത്തിരി കുട്ടിത്തം തോന്നിയിട്ടുണ്ടെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്.
അതായത് ഈ ഇരിപ്പ് കൊള്ളാം, നല്ല തൈ സപ്പോർട്ടുള്ള ഒരു ഇരിപ്പാണ്. ഐ മീൻ ഇൻ ദിസ് കാറ്റഗറി. അതായത് ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കാല് നീട്ടി ഇരിക്കാൻ പറ്റും. കൂടാതെ സീറ്റ് നല്ല ഫാബ്രിക് സീറ്റാണ്, ബോൾസ്റ്ററിങ് കൊള്ളാം. അപ്പോൾ ഇരിക്കാനായിട്ട് അത്യാവശ്യം നല്ല സുഖമുള്ള ഒരു വണ്ടി എന്ന് തന്നെയാണ് ഈ ഒരു ഓൾട്ടോ കേറ്റനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആണ്. അപ്പോൾ സീറ്റ് ബെൽറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റോ അങ്ങനെ കാര്യമൊന്നും ഇല്ല. പക്ഷേ സ്റ്റിയറിംഗിൽ വിപ്ലവകരമായിട്ടുണ്ട്. സ്റ്റിയറിങ്ങിനകത്ത് ആ ഒരു ടെലിഫോണിക് കൺട്രോൾസ് വന്നു. കൂടാതെ ഈ ഒരു ഫ്ലോട്ടിംഗ് സ്ക്രീൻ വന്നു. അതിനകത്തേക്ക് ആൾട്ടോർ വേറെ വരാം. മീറ്റർ കൺസോളും അല്ലെങ്കിൽ ഈ ഒരു മീഡിയം നമുക്ക് വേറെ കവർ ചെയ്യാം. സ്റ്റിയറിംഗിന് ടിൽറ്റോ റീച്ചബിളോ ഒന്നും തന്നെ ഇല്ല. ഞാനിത് പറയാനുള്ള കാര്യം ശരിക്കും ഓൾട്ടോയിൽ ഇത് പറയേണ്ട കാര്യമില്ല, പക്ഷേ പ്രൈസ് അത്രയും കൂടിയെന്നുള്ളതുകൊണ്ട് പറയുന്നതാണ്. കൂടാതെ വൈപ്പറിന് ഇൻ്റർമിറ്റൻറ്റും അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റ് ഫംഗ്ഷനും ഉണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എ സി വെൻറ്റുകളൊക്കെ തന്നെ അലുമിനിയം ഫിനിഷ് കൊടുത്തിട്ട് മനോഹരമാക്കുന്നുണ്ട്. ഡാഷ്ബോർഡ് കൊള്ളാം. ഈവൻ ദോ ഇറ്റ്സ് എ ഹാർഡ് പ്ലാസ്റ്റിക് ബട്ട് ഇറ്റ്സ് ലുക്സ് ഗുഡ്. കൂടാതെ ഈ ഒരു ടിൻ പോഡായിട്ട് കൊടുത്തുള്ള ഈ ഒരു ഭാഗം, അതായത് മീറ്റർ കൺസോളിൻ്റെ ഭാഗം കൊള്ളാം. മീറ്റർ കൺസോളിനകത്ത് കട്ടിങ് എല്ലാം കൊള്ളാം. എ സി വെൻറ്റുകൾ 4 സൈസാണെന്ന് പറയാം. ഓട്ടോമാറ്റിക് എ സി അല്ല, മാനുവൽ എ സി ആണ്. എ സി കൺട്രോൾസും ഫാനൊക്കെ തന്നെ കണ്ടോ. 1 തികച്ചും സൈലൻ്റാണ്, 2 ഒത്തിരി ഓഡിബിളാണ്, 3 തികച്ചും ഓഡിബിളായി. 4 നമുക്ക് ഇരിക്കാൻ പറ്റില്ല, പക്ഷേ 4 കൂളിംഗ് ഉണ്ടെന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. പിന്നെ സെലറിൽ കണ്ട അല്ലെങ്കിൽ എക്സ്പ്രസോയിൽ കണ്ട പവറിൻ്റെ സ്വിച്ചുകളാണ്. അതൊരു ഫ്ലോട്ടിംഗ് സ്ക്രീനിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു പവറിൻ്റെ സ്വിച്ചുകൾ. അതിനിടയ്ക്ക് ആ ഒരു ഹസാർഡ് ലൈറ്റും കാണാം. അപ്പോൾ പവറിൻ്റെ സ്വിച്ചുകൾ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് മാത്രമേ പവറിൻ്റെ ഉള്ളൂ, ബാക്കിൽ പവറിൻ്റെ ഇല്ല. അതായത് നമ്മൾ വൈൻഡർ വെച്ച് തന്നെ തിരിക്കണം, അത് വൈൻഡർ തിരിച്ച് താത്തണം. പിന്നെ ഒരു USB ഓക്സ്പോർട്ട് ഉണ്ട്. ഓക്സ്പോർട്ട് പല വണ്ടികളും കാണില്ല, ഈ വണ്ടിക്ക് ഓക്സ്പോർട്ട് ഉണ്ട്. കൂടാതെ 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ എമ്പാടും കാണാം. ഇപ്പോൾ ഡോർ പോക്കറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡറാണെങ്കിലും എല്ലാം നല്ല ഒരു കാര്യമായിട്ട് കാണാം. കൂടാതെ ഹാൻഡ് ബാഗിൻ്റെ മുന്നിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ഒരു സെൻട്രൽ കൺസോൾ ബേസിക്കലി കൊള്ളാം. കൂടാതെ പിന്നിലും ഒരു ചെറിയ സ്ക്വയറിഷ് ബോട്ടിൽ ഹോൾഡർ കാണാം. പിന്നെ അലൂമിനിയം ഡോർ ഹാൻഡിൽസും അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു സ്പീക്കേഴ്സ് ഡിസൈൻ എടുത്ത് പറയണം. കാരണം ഫ്രണ്ട് ഡോർ പാഡിലും ബാക്ക് ഡോർ പാഡിലും ആ സ്പീക്കേഴ്സ് ഡിസൈൻ എന്ന് പറയുന്നത് ഹണികോം പാറ്റേൺ ആണ്. ആ ഒരു പാറ്റേൺ, ഹെക്സഗണൽ പാറ്റേൺ നമ്മൾ ഹെഡ്ലൈറ്റ് കണ്ടു, ഗ്രില്ല് കണ്ടു, പല സ്ഥലത്തും കണ്ടു. എന്തിനേറെ ആ ഒരു വീൽ കപ്പിന് മുകളിൽ വരെ കണ്ടു. ഇനി ഹെഡ് റൂമിൻ്റെ കാര്യം എടുത്ത് വേണ്ടേ, നല്ല ഹെഡ് റൂമാണ്. കൂടാതെ നല്ല ലെഗ് റൂം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ടുള്ള സീറ്റാണ്, ഇരിക്കാൻ കൊള്ളാം. നല്ല ഒരു ഗുഡ് പ്ലേസ് ടു ബി ഇൻ എന്നുള്ള നിലയ്ക്ക് ഓൾട്ടോ മാറിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഇനി സൺവൈസറിലാണെങ്കിലും ഒരു മിററൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ പാസഞ്ചർ സൈഡിലും ഇല്ല, ഡ്രൈവർ സൈഡിലും ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ലൈറ്റും LED അല്ല, സാധാ ഒരു ലൈറ്റ് തന്നെയാണ്. കൂടാതെ ഈ ഒരു മിററിന് ഒരു മാനുവൽ ഡിമിങ് കൂടി ഇല്ലാന്നുള്ളത് വിച്ച് ഇസ് ഡിസപ്പോയിൻമെൻറ്റ്. പക്ഷേ വഴിയില്ല, കാരണം എനിക്ക് തോന്നുന്നു ബേസിക് വണ്ടിക്കൊന്നും സാധാരണ കാണാറില്ല. പിന്നെ ബ്ലൂടൂത്ത് മൈക്ക് വെച്ചിരുന്നത് ഒരു ഇത്തിരി നല്ല ക്ലാസ് ആയിട്ട് തോന്നി. ഒരു സ്ക്വയറിഷ് ഡിസൈനാണ്. ആ ഡിസൈനകത്ത് ഞാൻ ഹണികോം പാറ്റേൺ കണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം തോന്നി. കൊള്ളാം. അപ്പോൾ മൊത്തത്തിൽ ഒരു നല്ല വണ്ടിയായിട്ട് ഈ ഒരു ഓൾട്ടോ കേറ്റനെ കാണാനുള്ളതാണ്. ഇതൊരു AMT ആണ് 5 സ്പീഡ്. അപ്പോൾ ഈ ഒരു AMTയുടെ ഗിയർ ലിവർ അല്ലേ, ഈ ഗിയർ ലിവറിന് മുകളിൽ ക്രോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഈ ഒരു RNMD എന്ന ഈ ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ട് തോന്നി. ഇനി സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, പക്ഷേ സീറ്റിൻ്റെ ആ ഒരു ലിവർ അത്യാവശ്യം സ്റ്റേഡി ആണെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ഏരിയ കൊണ്ട് ഈ വണ്ടി, അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടാകത്ത്. ബ്ലാക്കാണ് ഇൻറ്റീരിയർ എങ്കിൽ കൂടി അത്യാവശ്യം നന്നായിരുന്നു യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഇൻറ്റീരിയർ നിലയ്ക്ക്, അത്യാവശ്യം വെളിച്ചമുള്ള ഇൻറ്റീരിയർ നിലയ്ക്ക് ഈ ഓൾട്ടോ ഇൻറ്റീരിയറിനെ കാണാം. അതും നല്ല കാര്യമായിട്ട് കാണാം. പിന്നെ 2 എയർ ബാഗുകളുണ്ട്. ഇപ്പോൾ 2 എയർ ബാഗുകളും പാർക്കിംഗ് സെൻസറൊക്കെ തന്നെ ആ ഒരു റെഗുലേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു ഓൾട്ടോ കേറ്റനും കാണാം. ഇനി മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു നോബാണ്. ഈ ഒരു നോബ് എന്ന് പറയുമ്പോൾ ശരിക്കും വലിയ വിഡ്ത്തില്ലാത്തതുകൊണ്ടേ, ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു പാസഞ്ചർ സീറ്റിലെത്താം, പാസഞ്ചർ സീറ്റിൽ ഇരുന്നാൽ തന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിലെത്താം. അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ വണ്ടിക്ക് വന്നിട്ടുള്ള ഫ്ലോർ മാറ്റ്സ്, ഓൾട്ടോ കേറ്റന് ഫ്ലോർ മാറ്റ്സ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നി. അത്യാവശ്യം മനോഹരമാണത്. Let's go! ഈ ഒരു ഓൾട്ടോ കേറ്റൻ്റെ മുൻവശത്ത് നല്ല ചന്തമുണ്ട്, താങ്ക്സ് ടു ഗ്രില്ല്. ഇതൊരു ഹണികോം പാറ്റേണുള്ള ഗ്രില്ലാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഗ്രില്ലാണ്, വലിയ ഗ്രില്ലാണ്. താഴെ ഏടാമുണ്ട്, ഏടാം വളരെ ചെറുതാണ്. കൂടാതെ ലിപ്പ് പോലുള്ളൊരു ഭാഗം ഈ ബമ്പറിന് കാണാം. അതിനകത്ത് കൊടുത്തുള്ള ആ ഒരു വെർട്ടിക്കൽ സ്ലാറ്റ്സ് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അത്. കൂടാതെ ഇവിടെ കട്ടിങ് എല്ലാം കൊടുത്തിട്ട് ഫോഗ് ലാമ്പ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. അതായത് ആക്സസറീസ്കാരെ ശരിക്കും അവോയ്ഡ് ചെയ്തിട്ട് തവണ ഓൾട്ടോ. ഹെഡ്ലൈറ്റ് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ഹലോജൻ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിനകത്ത് കൊടുത്തുള്ള ആ ഒരു ഹണികോം പാറ്റേൺ ഗ്രില്ലിനെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു പാറ്റേൺ നമ്മൾ പലയിടത്തും കണ്ടു, ഞാൻ അതൊക്കെ വരാം. കൂടാതെ സുസുക്കിയുടെ ലോഗോ ആ ഒരു ബമ്പറിൻ്റെ മുകളിൽ പ്രൗഡിയോടെ കൊടുത്തിട്ടുണ്ട്. വലിയ ബമ്പറാണ്, വലിയ ബമ്പർ ഗ്രിൽ കോംബോയാണ്. അപ്പോൾ ശരിക്കും ക്യൂട്ടാണ് ഓൾട്ടോ. പുറത്ത് നോക്കുമ്പോൾ ഒരു ഇത്തിരി വലിപ്പക്കുറവ് തോന്നുമെങ്കിലും അകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഇൻ കമ്പാരിസൺ ടു ഈ ഒരു കാറ്റഗറി വണ്ടികൾ. അപ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡിസൈനെ കുറിച്ച് പറയണം. ഒരു ഇത്തിരി ഭാഗം അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം തുറന്ന ഒരു എയർ അകത്ത് കയറാനായിട്ട്. പക്ഷേ ആ ഡിസൈനിൻ്റെ ഒരു പാറ്റേൺ നല്ലതാണെന്ന് തോന്നി. ഒരു ഇത്തിരി ഫ്ലിംസിയാണ് പ്ലാസ്റ്റിക്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ലുക്സ് ഗുഡ്, കൊള്ളാം.
അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി കണ്ടു. കൂടാതെ ഈ ബമ്പറിൽ കണ്ടൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ഹെയർ ഡാമിൻ്റെ താഴെ ഒരു ചെറിയ പോർഷൻ കൊടുത്തിട്ട് ആ ഒരു വെട്ടിക്കലായിട്ട് കൊടുത്തുള്ളത് നല്ല മനോഹരമായിട്ട് തോന്നി. അതായത് ചെറിയ ചെറിയ എലമെൻറ്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഓവറോൾ പാക്കേജ് നൽകി കാണാൻ നല്ല ഭംഗിയുള്ള വണ്ടി എന്ന ഒരു നിലയിലേക്ക് ഒരു ഓൾട്ടോ കേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ ഈ ഒരു ഹെഡ് ലാമ്പ് ഒറ്റ യൂണിറ്റാണ്. അതിനകത്ത് ക്രോം ഇൻസെർട്ടുകൾ കാണാം. ഈ ഇൻഡിക്കേറ്ററിൻ്റെ പിന്നെ കൊടുത്ത പ്രിസം ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബൾബ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു ഓറഞ്ച് കളർ തന്നെയാണ്, ആംബർ തന്നെയാണ്, LED അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. കൂടാതെ ഈ ഒരു ക്രോമിൻ്റെ അതിപ്രസരം ഈ ഒരു ഹെഡ് ലാമ്പിനകത്ത് മാത്രമേ ഉള്ളൂ. ഗ്രില്ലോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ഹെഡ് ലാമ്പിനകത്ത് കണ്ട ക്രോമും ഈ ഒരു ലോഗോയും മാത്രമേ ക്രോം എന്ന നിലയ്ക്ക് പറയുള്ളൂ. അപ്പോൾ കാഴ്ചയിലൊരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ട് ഓൾട്ടോ കേട്ടന്. അതാണ് എൻ്റെ ഒരു വെഡിങ് ഈ ഫ്രണ്ട് ഭാഗത്തെക്കുറിച്ച്. ഓൾട്ടോ കേട്ടൻ്റെ വശങ്ങളിൽ ഒരു ഇത്തിരി സെലേറിയുടെ ചായ ഉണ്ട്. വശങ്ങളിൽ മാത്രമല്ല ഈ റിബ് ചെയ്ത ആ ഒരു റൂഫിനുണ്ട് ആ സെലേറിയുടെ ചായ. കൂടാതെ വലിയൊരു ആൻറ്റന കാണാം. ഈ ആൻറ്റനയ്ക്ക് കാര്യമായിട്ട് മാറ്റമുണ്ട് പഴയ ഓൾട്ടോന്ന്. അതായത് പഴയ ഓൾട്ടോയുടെ ആ ഒരു ആൻറ്റനയും ഈ ഒരു ആൻറ്റന തമ്മിലൊരു ഇത്തിരി വ്യത്യാസം തോന്നി. ഞാൻ പറയുന്നത് ആദ്യ ജനറേഷൻ കേട്ടൻ്റെ കാര്യമാണ്. കൂടാതെ ഫ്ലാപ്പി ഹാൻഡിൽസാണ്. ഈ ഹാൻഡിൽസിന് ആ ഒരു ബോഡി കളർ ഉണ്ട് ഇപ്പോൾ എന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. കൂടാതെ ഈ ഒരു മിറർ എന്ന് പറയുന്നത് അകത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിററാണ്. ഇലക്ട്രിക്കലല്ല, ഫോൾഡിങ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ഇലക്ട്രിക്കായിട്ട് ഒന്നും തന്നെ ഇല്ല. അകത്ത് ആ ലെവർ പിടിച്ച് പഴയ കാലത്തെ ആ ഒരു ഓൾട്ടോ ഉണ്ടായിരുന്ന ആ ഒരു മിറർ തന്നെ പറയാം. പിന്നെ ഇത് മുന്നോട്ടുകൂടി മടങ്ങുന്നുണ്ട് കേട്ടോ, ഗുണമായിട്ട് കാണാം. അപ്പോൾ പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലതാണ്. കൂടാതെ ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് പീസ് പിന്നിലെ ഗ്ലാസിൻ്റെ പിന്നിലായിട്ടുണ്ട്. അതായത് ഡോർ ഹാൻഡിൽ എടുത്തിട്ട് സൈഡിലേക്ക് മുകളിലേക്ക് ആക്കി വെച്ചിട്ട് ആ ഒരു പുതിയ ട്രെൻഡൊന്നും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല ഒരു സൗണ്ട് ഉണ്ട് ഡോർ അടയ്ക്കുമ്പോൾ. അതായത് ഞാൻ പറയുന്നത് സ്റ്റിൽ ആ ഒരു തഡ് സൗണ്ട് അല്ല, എന്നിട്ട് കൂടെ ഒത്തിരി വെയിറ്റും കാര്യങ്ങളൊക്കെ തോന്നിച്ചു. അതായത് ഒരു ഇത്തിരി സോൾഡാണ് വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മുകളിൽ ബോഡി ലൈനുകൾ കുറേ ഉണ്ട്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ബൾക്കിനെസ് ആണ്. സെലറിയുടെ ചായുള്ള ബൾക്കിനെസ് ഒരു ബോഡി ലൈൻ പോലെ ഈ ഡോർ ഹാൻഡിലൂടെ പോയിട്ട് അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ആ ഫ്രണ്ടിലേക്ക് പോയിട്ട് അങ്ങനെ ഫെയ്ഡായി പോകുന്ന പോലെയാണ്. അതിന് താഴെ പഴയ ഓൾട്ടോയുടെ സെയിം ആയിട്ടുള്ള ആ ഒരു ഇൻഡിക്കേറ്റർ കാണാം, കണ്ടോ. ഇനി ഈ ഒരു എ പില്ലർ ബ്ലാക്കും ചെയ്തിട്ടില്ല, ബി പില്ലർ ബ്ലാക്കും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ഡിസൈൻ എലമെൻറ്റുകളും തന്നെ ഓൾട്ടോ ഇല്ല. കൂടാതെ ഈ ഒരു വണ്ടിയുടെ ഡോറ് വൈഡായി തുറക്കാമെന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. അതായത് എപ്പോഴും ഫാമിലി കാറാണ് ഓൾട്ടോയൊക്കെ. അതായത് ഒരു ആദ്യ കാർ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫാമിലിക്ക് വേണ്ടിയ ചെറിയ കാർ എന്ന നിലയ്ക്കാണ് ഓൾട്ടോയെ കാണാം. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ കയറാൻ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടില്ലെന്ന് കാണാം. കൂടാതെ പിന്നിലെ ഡോറിനും ആ ഒരു ലൈറ്റിലേക്ക് കണക്ഷൻ ഉണ്ട്. അതായത് 4 ഡോർ തുറന്നാലും ആ ഡോർ ഓപ്പൺ വാണിങ് കത്തിക്കിടക്കും. മുമ്പ് 2 ഡോറിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പല വണ്ടിക്കും. അതായത് പല ഈ ഒരു ബേസിക് വണ്ടികളുടെ കാര്യം പറഞ്ഞു. ഇനി ഈ ഒരു വീലിൻ്റെ കാര്യം പറയാം. അതായത് 13 തന്നെയാണ് വീലിന്, അലോയില്ല, വീൽ കപ്പാണ്. ഈ വീൽ കപ്പിലും ഉണ്ട് ആ ഒരു ഡിസൈൻ എലമെൻറ്റ്. ആ ഒരു ഹണിക്കോമിൻ്റെ മുകളിൽ ആ ഒരു ഹെക്സഗോണൽ പാറ്റേൺ ഈ ഒരു വീൽ കപ്പിലുണ്ട്. അത് മനോഹരമാണെന്ന് തന്നെ പറയാം. 145 സൈസാണ്, 145, 80, 613 വീൽ എന്ന് പറയുന്നത്. വീൽ ക്ലാഡിങ് ഇല്ല എന്നുള്ളൊരു പോരായ്മയായിട്ട് തോന്നി. ഒരു ഇത്തിരി ചളിയിലൂടെ ഓടിക്കുമ്പോൾ ആ ഒരു കല്ലടിക്കുന്ന സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഓടിച്ചപ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല. ഇനി മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും തന്നെയാണ് ബ്രേക്കുകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വശത്തെ സ്റ്റാൻസിന് നിങ്ങൾക്ക് സെലേറിയായിട്ട് ചായ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അതായത് എനിക്കൊരു ഇത്തിരി സെലേറിയ ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ അത്യാവശ്യം ഒരു മെച്യൂർഡ് ലുക്കുള്ളൊരു വണ്ടി എന്ന് ഓൾട്ടോ പറയാൻ തോന്നുന്നു. അതായത് ഫ്രണ്ടിൽ ക്യൂട്ട്നെസ് ആണെങ്കിൽ വശങ്ങളിൽ ഒരു ഇത്തിരി ഒരു മെച്യൂർഡ് ലുക്കാണ്. മെച്യൂർഡ് ലുക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത്തും വിടുത്തുണ്ട്. അത്യാവശ്യം നല്ല ഒരു കാറിൻ്റേതായിട്ടുള്ള ഒരു പ്രപ്പോർഷൻസ് ഒക്കെ കൊള്ളാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതായത് കാഴ്ചയിൽ മികവുള്ളൊരു വണ്ടിയായിട്ട് ഓൾട്ടോ മാറി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇനി ഫ്രണ്ട് ഡോർ നമുക്ക് വൈഡായി തുറക്കാം, കണ്ടോ. ഈ ഓൾട്ടോ കേട്ടൻ്റെ പിൻസീറ്റിൽ ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, പ്രശ്നമല്ല, ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് വൈൻഡറാണ് പിൻ വിൻഡോ എന്നുള്ളതാണ്. അത്യാവശ്യം മുഴുവനായി തന്നെ താഴ്ന്നുണ്ട്. പിന്നെ അലുമിനിയം ഡോർ ഹാൻഡ്സ് കാണാം. ഞാൻ പറഞ്ഞ ഫ്രണ്ട് കണ്ട സ്പീക്കേഴ്സിൻ്റെ ഗ്രില്ല് ബാക്കിലും കാണാം. ഹണിക്കോ പാറ്റേണാണ്. ആ പാറ്റേൺ ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ ബ്ലാങ്ക് പോലുള്ള ഭാഗമുണ്ട്, പക്ഷേ അത് കാഴ്ചയെ തടസ്സപ്പെടുന്നില്ല. നല്ല ഹെഡ് റൂം ഉണ്ട്. തൈ സപ്പോർട്ടീസ് ഓക്കെ ഇൻ ദിസ് കാറ്റഗറി. കൂടാതെ ലെഗ് റൂം കൊള്ളാം. ആ സീറ്റിനകത്ത് റബ്ബ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓടിച്ചു വന്ന ആ ഒരു സീറ്റിംഗ് പൊസിഷനാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ചെയ്യട്ടെ ഒരു ഫാമിലി വണ്ടി എന്ന നിലയ്ക്ക്, ഒരു ഫാമിലി കാർ എന്ന നിലയ്ക്ക്, ഒരു അത്യാവശ്യം ആദ്യ കാർ എന്ന നിലയ്ക്കൊക്കെ മികച്ചൊരു വണ്ടിയായിട്ട് ഒരു ഓൾട്ടോ കേട്ടനെ കാണാം. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ഈ ഒരു മൊത്തത്തിൽ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കണം, എന്നിട്ട് ഓടിക്കുമ്പോൾ ഫീലിംഗ് കൂടി പറയണം. അതിന് മുന്നേ നമുക്ക് ആ ഒരു മീറ്റർ കൺസോളും മീഡിയ സ്ക്രീൻ കൂടി ഒന്ന് കാണാം. ഇപ്പോൾ 3 സീറ്റ് ബെൽറ്റുകളുണ്ട്. ഒന്ന് ഒബ്വിയസ്ലി ആ ഒരു ലാബ് ബെൽറ്റാണ്. കൂടാതെ ഫിക്സഡാണ് ഹെഡ് റെസ്റ്റ് എന്നുകൂടി പറയേണ്ടതുണ്ട്. ഗ്രാബ് ഹാൻഡിലും ഫിക്സഡ് ആണെന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഓൾട്ടോയുടെ കാര്യം പറഞ്ഞ കാര്യമുണ്ട്. ഒരു വേറെ ബേസിക് വണ്ടി ടോപ്പിൻ്റെ ആക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയെന്നുള്ളത്. അതിൻ്റെ ഭാഗമായിരുന്നു ഒരു ഇൻറ്റേർണലി ബൂട്ട് ഓപ്പണിംഗ് ഒക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കീ എന്ന് പറയുന്നത് സാധാരണ മാരുതിയുടെ തണ്ടായ കീ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സുസുക്കിയുടെ ലോഗോയും ഓൾട്ടോ കേട്ടൻ എന്നുള്ള മനോഹരമായ ലോഗോയും മാത്രമേ ലോഗോ ആയിട്ടുള്ളൂ. വേരിയൻ ബാഡ്ജിങ് ഒന്നും ഇല്ല. പിന്നെ പുതിയ വണ്ടികൾക്ക് അനുവാദികമായിട്ട് എല്ലാ വണ്ടിക്കും കിട്ടുന്ന ആ ഒരു പാർക്കിംഗ് സെൻസേഴ്സ് ഈ വണ്ടിക്കുണ്ട്. 2 സെൻസേഴ്സേ ഉള്ളൂ. താഴെ ടൈൽ പേപ്പറിൻ്റെ ഭാഗം കാണാം. ബമ്പർ വലുതാണ്. വലിയ ബമ്പറിൽ ആ ഒരു ബൾക്ക്നെസ് കുറയ്ക്കാനായിട്ട് ഒരു ഇത്തിരി കട്ടിങ്ങും ഗ്രീസിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പ്ലേറ്റ് ഹോൾഡറും കൊള്ളാം. ഇനി ഈ ഒരു ഗ്യാപ്പ് കണ്ടോ. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു
ബൂട്ട് തുറക്കാനായിട്ടാണ് ഞാൻ ആ ബൂട്ടിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ബൂട്ടേരിയാണ്, ലോഡിങ് ലിപ്പ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി, അതായത് ഈ ഒരു ബൂട്ടിന് അത്യാവശ്യം എടുത്ത് പൊക്കി വയ്ക്കുമ്പോഴേ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വെക്കാനായിട്ട്. അതായത് ലിപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷേ വണ്ടി ഉയരം കുറവാണ്, വലിയ കാര്യമായിട്ട് അത് ബാധിക്കില്ല. പിന്നെ ഇനിയിപ്പോൾ ലഗേജ് വെക്കുമ്പോഴാണെങ്കിലും ആ ഒരു തട്ടുമ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാനായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഇത്തിരി ആ ഒരു പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പാർഷ്യൽ ഷെൽഫുണ്ട്. ഇനി ഈ ഒരു ഡോർ അടച്ചു കഴിയുമ്പോൾ റിയർ വൈപ്പറോ ഡീഫോഗറോ അങ്ങനെയുള്ള ലക്ഷണമൊന്നും തന്നെ ഇല്ല. പിന്നെ ഹൈമൗണ്ട് സ്റ്റോപ്പിലാണ് മുകളിലായിട്ടാണ് ഒരു ചെറിയ ലിപ്പ് സ്പോയിലർ ഉണ്ട്. ആ സ്പോയിലറിൻ്റെ മുകളിൽ ഒരു ഹിഞ്ചിൻ്റെ ഭാഗം ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം, കണ്ടോ. ഇനി ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് ശരിക്കും ക്ലിയർ ലെൻസാണ്. അതിനകത്ത് ആ ഒരു ബൾബുകളൊക്കെ നമുക്ക് വിസിബിളാണ്. ആ ഒരു സ്റ്റോപ്പ് ലൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ റിവേഴ്സ് ലൈറ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിലും. അപ്പോൾ ഞാൻ കണ്ടൊരു മൈന്യൂട്ട് കാര്യം പറയാം. അതായത് റിവേഴ്സ് ലൈറ്റിനകത്ത് ഇത് ബ്ലാങ്ക് ആണ്, ഇതിനകത്ത് മാത്രമേ ബൾബുള്ളൂ. അതായത് ഒരു സൈഡിൽ മാത്രമേ ബൾബുള്ളൂ. ഐ വിൽ ഡെമോൺസ്ട്രേറ്റ്. ഐ വിൽ പുട്ട് റിവേഴ്സ്. കണ്ടോ, ആ ലൈറ്റ് മാത്രമേ കത്തുള്ളൂ, ഈ ലൈറ്റ് കത്തുന്നില്ല. ഒറ്റ ബൾബേ ഉള്ളൂ അതിനകത്ത്. ഈ ഒരു ഹെഡ് ലാമ്പ് ലെവലർ കണ്ടോ, അത് കേബിളാണെന്ന് തോന്നണ്ടേ, ഇലക്ട്രിക് അല്ല. പിന്നെ ഈ ഒരു ഗ്ലോ ബോക്സ് കണ്ടോ, ഈ ഗ്ലോ ബോക്സിൻ്റെ ഇട്ടൊക്കെ സാധാ ഓൾറെഡി പോലെ തന്നെ, പക്ഷേ അത്യാവശ്യം അക്കോമഡേറ്റിംഗ് കേട്ടോ. ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് പല പോഡുകളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മീറ്റർ കൺസോളാണ്. അതിൽ MID കാണാം. MID ടോഗിൾ എന്ത് ഈ ഒരു നോബിലാണ്. ഈ ഒരു നോബിൽ എന്ന് പറയുമ്പോൾ ആ നോബ് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ ആ ഒരു ട്രിപ്പ് A, ട്രിപ്പ് B, ഇൻസിഡൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസി, ഗിയർ ഇൻഡിക്കേറ്റർ, വാർണിംഗ് ലാംപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ബേസിക് മീറ്റർ കൺസോളാണ്. പക്ഷേ ബേസിക് വണ്ടിക്കുള്ള ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ട്. അത്യാവശ്യം കാലികമാണത് കാണാനും. 17.3 സെൻറ്റിമീറ്റർ, അതായത് 7 ഇഞ്ചാണ് മീഡിയ സ്ക്രീൻ. അത്യാവശ്യം നല്ല മീഡിയ സ്ക്രീനാണ്. ഫ്ലോട്ടിംഗ് സ്ക്രീൻ പോലെ വെച്ചിട്ടുള്ള മീഡിയ സ്ക്രീൻ. ഇരുവശത്തും ആ ഒരു അലുമിനിയം ഫിനിഷ് ഉണ്ട്. കൂടാതെ കണക്ട് ഫോൺ മീഡിയ ഒക്കെ തന്നെ കാണാം. സെറ്റിങ്സിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കൂടാതെ മ്യൂസിക്കിനകത്ത് നമുക്ക് ആ ഒരു ഓക്സ് USB കാര്യങ്ങളൊക്കെ തന്നെ കാണാം. ഇനി സെറ്റിങ്സിനകത്ത് പോയി കഴിയുമ്പോഴേ ഞാൻ ആ മ്യൂസിക് ഒന്ന് എടുക്കാം. മ്യൂസിക്കിനകത്ത് ആ ബാലൻസ് ഫെയർ വെച്ചിട്ട് കണ്ടോ, റെസ്പോൺസ് കാണിക്കാം. മികച്ച റെസ്പോൺസ് ആണെന്നുള്ളതാണ്. ഇനി സൗണ്ട് ക്വാളിറ്റി കൂടി കേൾപ്പിക്കുന്നുണ്ട്. ഈക്വലൈസർ പ്രൊസെറ്റ് ചെയ്യാൻ മാറ്റിയിട്ട് റോക്കാക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു പാട്ട് വയ്ക്കാം. മീഡിയ AM FM സൗണ്ട് കൂട്ടെ. നല്ല ക്വാളിറ്റി സൗണ്ടാണ് ഈ ഒരു കാറ്റഗറി പറയുമ്പോൾ. അതായത് അത്യാവശ്യം നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. നല്ല ഒരു എന്താ പറയുക, ഈക്വലൈസർ കൊള്ളാമെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു സ്ക്രീൻ എന്ന് പറയാം. പക്ഷേ റിവേഴ്സ് ക്യാമറ ഇല്ല എന്നുള്ളൊരു കാര്യമായിട്ട് പറയാം. കൂടാതെ മൊബൈലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ തന്നെയാണത്. പല വണ്ടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. മുന്നത്തെ പല വണ്ടികളും നമ്മളുണ്ട്. വാഗണാറിൽ കണ്ട്, അങ്ങനെ പല വണ്ടികളും കണ്ട് അത് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് വന്നിട്ടാണ്. ശരിക്കും നല്ല ഒരു മാറ്റമായിട്ട് കാണാം. കാരണം ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ തന്നെ ഈ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ തന്നെ ബേസിക്കാണ്. സ്പെയർ വീൽ അലോയ് അല്ല എന്ന് പറയാൻ വന്നതാണേ. അതിൻ്റെ ആവശ്യമില്ല, കാരണം അതിന് ഒരു വീലും അലോയ് അല്ലല്ലോ. അപ്പോൾ 13 വീല്. 60-40 സ്പ്ലിറ്റ് ഒന്നുമില്ല, ഒറ്റ സ്പ്ലിറ്റേ ഉള്ളൂ. അത് ഒറ്റ മടക്കലേ പോയിട്ടുള്ളൂ. അത് ഫുള്ളായിട്ട് തന്നെയാണ് സീറ്റ്. ഡ്രൈവിംഗ് ദ ഓൾട്ടോ K10 2022 ഓൾട്ടോ K10. അപ്പോൾ ഇത് AMT ആട്ടോ. ഞാൻ ശരിക്കും പർപ്പസ്ഫുള്ളി AMT ചോദിച്ച് മേടിച്ചാണ് ആദ്യമായിട്ട് ഓടിക്കാനായിട്ട്. കാരണം നമുക്ക് കുറച്ച് ലോങ് ഓടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മളെന്തായാലും മാനുവലൂടെ ഓടിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് 2 വണ്ടി റിവ്യൂ സെപ്പറേറ്റ് തരാം. സെപ്പറേറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടായിരിക്കും, വട്ടവർ. അപ്പോൾ ഞാൻ ഒന്ന് കാലെടുക്കുകയാണ് AMT. ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും പെട്ടെന്ന് ആ ഒരു ഗിയറിലെത്തി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്. 5ാമത്തെ ഗിയറെത്തി. ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ലാഗ് എന്ന് പറയുമ്പോൾ ഒരു ലെഗിങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. 5ാമത്തെ ഗിയറിൽ കുറഞ്ഞ RPM ഓടിക്കും. പക്ഷേ ഏകദേശം നമ്മൾ പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് ആ ഒരു 5ാമത്തെ ഗിയറിൽ ആ ഒരു സ്പീഡും അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി 24.9 എന്ന് പറയുന്ന ആ ഒരു മൈലേജ് എന്ന് പറയുന്നത് AMTയുടെ ഹൈലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് കാല് കൊടുക്കട്ടെ. 2 ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് കയറിപ്പോയി കണ്ടോ. അപ്പോൾ 3ാമത്തെ ഗിയറിലാണ് നമ്മൾ ഓടിച്ചത്. 3ാമത്തെ ഗിയറിൽ എത്തിയിട്ടാണ് ഓടിച്ചു പോയത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കൂടിയ RPMൽ ഒരു ഇത്തിരി സൗണ്ട് കൂടുതലുണ്ട്. ഇപ്പോൾ എഞ്ചിൻ ഇൻസ്റ്റലേഷൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അത് ഈ ഒരു സമയത്ത് ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നി. അതായത് റിഫൈൻമെൻറ്റ് ലെവൽ കൊള്ളാം ഈ ഒരു കാറ്റഗറിയിൽ, എന്നിരുന്നാൽ കൂടി ഒരു ഹയർ RPMൽ കുറച്ചുകൂടി സൗണ്ട്. ഞാൻ മാനുവൽ മോഡാക്കിയിട്ടേ ഗിയർ ഒന്ന് ഡൗൺ ചെയ്തോട്ടെ. 4, 3. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയണം. കാരണം സാധാരണ ഒരു ഫാമിലി വണ്ടി വാങ്ങുന്ന ആൾ റൈഡ് ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുമല്ലോ.
അപ്പോൾ റൈഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 13 ഇഞ്ച് വീലിൽ 145 പ്രൊഫൈലുള്ളൂ, വലിയ ഒരു വിടുത്തൊന്നുമില്ല. അതായത് ഫോർ എ കമ്പാരിസൺ ഞാൻ ഓടിച്ചു പോയ ആ ഒരു നാനോ എന്ന് പറയുന്ന എൻ്റെ ഒരു നാനോ ഉണ്ടല്ലോ, ആ നാനോയ്ക്ക് 155 സൈസാണ് വീലിട്ടത്. ഇത് 145 പക്ഷേ 13 ഇഞ്ചാണ് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല പ്ലസ് റൈഡ് ഉണ്ട്, ചാട്ടമൊന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പഴയ ഒരു ഓൾട്ടോ അല്ലെങ്കിൽ പഴയ കാലത്തെ വണ്ടികളായിട്ടൊരു കമ്പാരിസണൊക്കെ വരുമ്പോഴേ ശരിക്കും ഇത് അത്യാവശ്യം നല്ല സ്റ്റേബിളും അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ആ ഒരു പ്ലാൻഡ് ആയിട്ട് തോന്നി. സോഫ്റ്റ്വെയർ സൈഡാണ് എന്നിരുന്നാൽ കൂടി. ഇപ്പോൾ ഞാൻ ഒന്ന് കാല് കൊടുത്ത് നോക്കുമ്പോൾ അത് വലിയ കാര്യമായിട്ട് കാല് കൊടുക്കുന്നില്ല, എന്നാൽ ഒന്ന് കാല് കൊടുത്ത് നോക്കുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ ഉണ്ട്. ഇപ്പോൾ ഞാനൊന്ന് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആദ്യത്തെ ഓൾട്ടോ കേട്ടൻ വന്നപ്പോൾ 13.5 സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു 0 to 100 ടൈമിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഹൈലൈറ്റ് ആയിരുന്നു. കാരണം മറ്റ് പല വണ്ടികൾക്കും ഞാൻ പറയാം മറ്റുള്ള വണ്ടികളൊക്കെ ടേക്സ് ഏജസ് ടു റീച്ച് 100. എനിക്ക് തോന്നുന്നു സാധാ ഓൾട്ടോ 800 ഒക്കെ 20 സെക്കൻഡ് അപ്പുറത്താണ്, 30 സെക്കൻഡൊക്കെ ഉള്ള വണ്ടികളുണ്ടെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ ഇന്ത്യക്കൊക്കെ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഹോട്ട് ഹാച്ചാണ് സാധാരണക്കാരെന്ന് പറയുമ്പോൾ പാവപ്പെട്ടവൻ്റെ ഹോട്ട് ഹാച്ച്. അന്ന് അതിന് വിലയും കുറവാണല്ലോ, ഏകദേശം 3.25 ലക്ഷം രൂപയ്ക്കെങ്ങാണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൂടാതെ ഈ ഒരു വണ്ടിയായിട്ടുള്ള ഒരു എന്താ പറയുക വ്യത്യാസം എന്ന് പറയുന്നത് മറ്റുള്ള വണ്ടികളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അത് ഓൾട്ടോ എന്നൊക്കെ പറയുന്നത് ശരിക്കും സാധാരണക്കാരൻ്റെ ഒരു വണ്ടി ആയിരുന്നൊരു കാലത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം മാറി, സാധാരണക്കാരൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടിയുണ്ട്. സാധാരണക്കാരുടെ വണ്ടി ഇപ്പോഴും ഓൾട്ടോ തന്നെ ആയിരിക്കും, എന്നിരുന്നാൽ കൂടി വിലയൊക്കെ കൂടിയ വണ്ടിയുടെ എല്ലാം. അപ്പോൾ ഞാനൊന്ന് വെറുതെ കാല് കൊടുക്കണേ. NVH ലെവലൊക്കെ വെൽ കണ്ടെയ്ൻഡ് ആണ് ഇൻ കമ്പാരിസൺ. അതായത് 3 സിലിണ്ടർ എഞ്ചിന് അധികം ഹാർഷ്നെസ് ഇല്ല, അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല, കുറവാണ്, ഇല്ലെന്നല്ല കുറവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്. രസം എന്ന് പറയുമ്പോഴേ ആ ഒരു ഫൺ ഫാക്ടർ ഉണ്ട്. ബോറടിക്കാത്ത വണ്ടിയാണ്, ബോറടിക്കുന്നില്ല വണ്ടി ഓടിക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റിയറിങ്ങിന് ഒരു ചെറിയ ഒരു പ്ലേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു സെൽഫ് സെൻറ്ററിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ട്. അത് മാരുതിയായിട്ടുള്ള എല്ലാ വണ്ടികൾക്കൊണ്ട്. കൂടാതെ AMT ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു AMT ഗിയർ ബോക്സ് അത്യാവശ്യം നല്ലതാണ്, നല്ല കാലിബ്രേഷനാണ്, മികച്ച കാലിബ്രേഷനായിട്ട് തോന്നി. അതായത് കാലിബ്രേഷൻ ആരും പറയുമ്പോൾ ശരിക്കും ഏറ്റവും പെട്ടെന്ന് 5ാമത്തെ ഗിയറിലെത്തി ഏറ്റവും കുറഞ്ഞ RPM ഓടിച്ചു പോകുന്നത് മാത്രമല്ല, ഒന്നിങ്ങനെ കാലം കൊടുത്തുമ്പോൾ 2-3 ഗിയർ ഡൗൺ ചെയ്തിട്ട് കയറി പോകുന്നതാണോ. കൂടാതെ മാനുവൽ മോഡിലാണെങ്കിലും റെഡ് ലൈനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതൊക്കെ ശരിക്കും ആ ഒരു നല്ല ബിഹേവിയറാണ്. അത് നല്ലൊരു രസമുണ്ട് ഓടിക്കാനുണ്ട്, ഫണ്ണുണ്ട്. ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഓടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നം എന്താണ്, ഓട്ടോമാറ്റിക്കിൽ നമ്മുടെ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്, ഒരു കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്യുമായിരിക്കും. അപ്പോൾ ഈ ഒരു മാനുവൽ മോഡിലുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഡൗൺ ചെയ്ത് 4ാമത്തെ ഗിയർ, 3ാമത്തെ ഗിയർ, 2ാമത്തെ ഗിയർ, റെസിസ്റ്റൻസേ ഇല്ല ഡൗൺ ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഒരു കാറ്റഗറിയിൽ നല്ല ക്വിക്കാണ്. ഇപ്പോൾ ഈ ചാട്ടത്തിൽ നിങ്ങൾ ആ സസ്പെൻഷൻ്റെ കാര്യം നിങ്ങൾക്ക് മികവ് മനസ്സിലാവും. അതായത് കാര്യമായിട്ട് അലോസരങ്ങളൊന്നും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്, ചാടിക്കാൻ പറ്റുന്നുണ്ട്. അതായത് സീനില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പുതിയ തലമുറയുടെ വാക്കാണ് സീനില്ലാണുള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കൂടിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യരുത്, ഈവൻ വാഗണാറായിട്ട് പോലും കമ്പയർ ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ റെനോ കിറ്റിൻ്റെ 1000cc വേണ്ട, ട്രൈബർ പിടിച്ചോ, ട്രൈബറിൻ്റെ 1000cc, അതല്ലെങ്കിൽ ഇപ്പോൾ സാൻഡ്രോ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ വേണ്ട ഹൈറ്റൻ്റെ 1.2 വരെ പിടിച്ചോ. അതിൻ്റെ മുകളിലേക്ക് പിടിക്കരുത്, കാരണം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കാര്യം മാറും, കഥ മാറും. AC അത്യാവശ്യം നല്ല ചില്ലിങ് ആണ്. പക്ഷേ എനിക്ക് സ്റ്റിൽ ആ ഒരു 3ാമത്തെ ഡയൽ അവിടെ നിന്ന് കളഞ്ഞതിന് പരാതിയുണ്ട്. കാരണം ആ കൂളിങ്ങും ഹീറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഡയലായിരുന്നു എൻ്റെ പ്രിഫറൻസ്. അപ്പോൾ ഞാൻ ഇത് ഔട്ട് സൈഡ് എയറാക്കി മാറ്റിയിട്ട് ആണെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് നോക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴേ ചൂട് തുടങ്ങി. അപ്പോഴാണ് സ്ലൈഡർ വേറെ ആയിപ്പോയില്ലേ എന്ന് മനസ്സിലായത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ അടുത്ത പ്രശ്നം റിവേഴ്സ് ലൈറ്റ് ഒരു ബൾബില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, പക്ഷേ ചെറിയ കാര്യങ്ങളാണെങ്കിലും വിച്ച് മേക്സ് ലോട്ട്സ് ഓഫ് ഡിഫറൻസ്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ടൊരു നല്ല വണ്ടി എന്ന നിലയ്ക്ക് ഓൾട്ടോ കേട്ടനെ കാണാം. എനിക്ക് തോന്നുന്നു 399 മുതൽ സ്റ്റാൻഡേർഡ് 583 വരെ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്. 583 എന്ന് പറയുമ്പോൾ AMT ടോപ്പ് ആൻഡ് VXi പ്ലസ് ആ ഒരു വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസായി വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു 6ന്റെ പുറത്ത് കയറുമെങ്കിൽ കൂടി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആദ്യ വണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സാധാ ഓൾട്ടോ മേടിക്കാം, ഓൾട്ടോ കേട്ടൻ മേടിക്കാം, അതല്ലെങ്കിൽ കുറച്ചുകൂടി കാശ് കൊടുത്ത് സെലേറിയ മേടിക്കാം, അതല്ലെങ്കിൽ കുറച്ചുകൂടി കാശ് കൊടുത്ത് വാഗണാർ മേടിക്കാം. വാഗണാർ സെലേറിയ സെയിം റേഞ്ചാണ്. മാരുതിക്ക് തന്നെ ഒരുപാട് വണ്ടികളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് ചോയ്സ് ഇഗ്നിസ് ആണ്. പക്ഷേ ഇഗ്നിസിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് 9% പുറത്താണ്. അപ്പോൾ വണ്ടിയുടെ വില മാറിയതല്ല ശരിക്കും പറഞ്ഞാൽ, നാട്ടിലെ എക്കണോമി മാറിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഏറ്റവും കുറഞ്ഞ വിലയിൽ വിറ്റുവരുന്ന മാരുതി കാറുകൾക്ക് വരെ വില കൂടിയെന്നുള്ള ഡിസപ്പോയിൻമെൻ്റ് ആണെങ്കിൽ കൂടി വണ്ടികൾ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ടു എന്നുള്ളതും വണ്ടികൾ കുറച്ചും കൂടി ഒന്ന് കാലികമായെന്നുള്ളതും ഫീച്ചേഴ്സ് കൂടിയെന്നുള്ളതും അതുമാത്രമല്ല ഒരു ഇത്തിരി കൂടി സേഫ്റ്റി ആസ്പെക്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് വണ്ടികൾ വരുന്നത്. 2 എയർ ബാഗ്, ആ ഒരു ബാക്കിലെ പാർക്കിംഗ് സെൻസർ, ഇനി എനിക്ക് തോന്നുന്നു ഈ ഒരു ബോഡികളൊക്കെ ഇപ്പോൾ സെലേറിയ ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഓൾട്ടോയുടെ രൂപമാണെങ്കിലും ഒക്കെ തന്നെ ക്രാഷ് ടെസ്റ്റ് കൂടി മുന്നിൽ കണ്ടുണ്ടാക്കിയിട്ടുള്ള വണ്ടികളാണെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല പാക്കേജാണ്. ഇപ്പോൾ ഈവൻ ഇഫ് യു കമ്പയർ ടു സിട്രോൺ C3 അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ലല്ലോ. അപ്പോൾ ഈ വണ്ടിക്കകത്ത് അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യത്തിലധികം എന്ന് പറയുമ്പോൾ ഞാൻ ടച്ച് സ്ക്രീനൊക്കെ ഞാൻ ഒത്തിരി ഹൈ എൻഡ് ഫീച്ചേഴ്സായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് മാറും, നോർമൽ ഫീച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇത് അത്യാവശ്യം ഒരു സ്പോട്ട് ഓൺ ആണ് വണ്ടി. അതായത് പവറിന് പവറും
കംഫർട്ടും അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു പാക്കേജ് നൽകി കൊള്ളാം. എനിക്ക് സത്യത്തിൽ ഈ വണ്ടി സിറ്റിയിൽ ഓടിക്കാനാണ് ആഗ്രഹം. കാരണം സിറ്റിയിൽ ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയെന്ന് മനസ്സിലാവണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഷിഫ്റ്റൊക്കെ ക്യുക്കാണ്. അതായത് അത്യാവശ്യം കാല് കൊടുത്ത് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പെട്ടെന്ന് രണ്ടാമത്തെ ഗിയറെത്തി, പെട്ടെന്ന് മൂന്നാമത്തെ ഗിയറെത്തി, അല്ലെങ്കിൽ ഞാൻ മാനുവൽ മോഡിട്ട് കാല് കൊടുക്കണം. പക്ഷേ കാല് കൊടുത്ത് ഓടിക്കുന്നതൊക്കെ കൂടുതൽ വണ്ടിയുടെ വഴിക്ക് വിട്ടിട്ട് സിറ്റിയിൽ ഓടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. ഇപ്പോൾ ഓട്ടോയ്ക്കൊന്നും സീനില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സസ്പെൻഷൻ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി, സോഫ്റ്റ് സൈഡ് ആണെങ്കിൽ കൂടി നല്ലതായിട്ട് തോന്നി. കൂടാതെ എഞ്ചിൻ്റെ ഒരു ബിഹേവിയർ കൊള്ളാം. ഒരു ഇത്തിരി സൗണ്ട് കൂടുതലാണെങ്കിൽ കൂടി ഇപ്പോൾ ഹൈ RPM നോയ്സ് അകത്തേക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി എനിക്കിപ്പോൾ തന്നെ 12.1 ആവറേജ് കാണിച്ചു. ഞാൻ കുറേ നേരം പാർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്താണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളവിടെ എത്തുമ്പോഴേക്ക് 20 കാണിക്കും. 24.9 ഈ ഒരു AMTയുടെ മൈലേജ്. കൂടാതെ വില മാത്രമേ കുറച്ച് പ്രശ്നമായിട്ട് തോന്നുള്ളൂ. പിന്നെ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിൻ്റെ അഡാപ്ഷൻ ഞാൻ പറഞ്ഞു ഡിസൈൻ എന്ന് പറഞ്ഞത്. കാരണം എല്ലാവരും നിർത്താണ്. കൂടാതെ ഒരു മീഡിയ സ്ക്രീൻ, ആ ഒരു സ്ക്രീൻ പുതിയ തലമുറ സ്ക്രീനുകൾ വന്നപ്പോൾ പഴയ തലമുറ സ്ക്രീൻ ചെറിയ വണ്ടികളിലേക്ക് വന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. സ്റ്റിൽ നല്ല കാര്യമാണ്. സാധാരണ പയനിയറിൻ്റെ ചെറിയ സെറ്റുകൾ അല്ലെങ്കിൽ സോണിയുടെ സെറ്റുകളൊക്കെ വെച്ചിരുന്ന കാലത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോൾ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ എന്താ പറയുക ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാര്യത്തിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ ഈ കണക്ട് എന്ന കാര്യത്തിൽ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും. ടാക്കോമീറ്റർ ഇല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. അതിപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇല്ല എന്ന് പറയുമ്പോഴേ പഴയ കേട്ടനുണ്ടായിരുന്നു ടാക്കോമീറ്റർ. പഴയ കേട്ടൻ്റെ VXI മോഡലിന് ടാക്കോമീറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വില കൂടിയപ്പോൾ ഫീച്ചേഴ്സ് കുറയുമ്പോൾ റിവേഴ്സ് ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ടാക്കോമീറ്റർ ഇല്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ക്ലിയറായി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് കൊടുക്കുന്ന വിലയ്ക്കുള്ള മൂല്യം കിട്ടിയാൽ മതി. വില കുറച്ച് കൂടിയാലും ആ മൂല്യം ഉണ്ടായാൽ മതി എന്നുള്ളതേ ഉള്ളൂ ആളുകൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പുതിയ ഓൾട്ടോ അത്യാവശ്യം നല്ല ഒരു കാര്യമായിട്ട് കാണാം. കാരണം സാധാരണക്കാർക്ക് വാങ്ങാനായിട്ടുള്ള വണ്ടി എന്ന് പറയുന്ന വണ്ടികൾ കുറവായിരുന്നു. നല്ല വണ്ടികൾ എന്ന് പറയുമ്പോൾ 800cc ഓൾട്ടോ അല്ലെങ്കിൽ പിന്നെ വാഗണാർ മേടിക്കാന്നുള്ളത്. എൻ്റെ ഈ ഓൾട്ടോ കേട്ടനില്ലാത്തതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വണ്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മാരുതി ആ ഒരു ഗ്യാപ്പ് പുതിയ ഓൾട്ടോ കേട്ടനുമായിട്ട് ഫില്ല് ചെയ്തേക്കാണ്. അപ്പോൾ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഡ്രൈവബിലിറ്റി ഉള്ള, അത്യാവശ്യം നല്ല സസ്പെൻഷനുള്ള, അത്യാവശ്യം നന്നായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഓൾട്ടോയെ കാണാമെന്നുള്ളതാണ്. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ രൂപമാണ്. കണ്ടാൽ ക്യൂട്ടാണ്, എന്നാൽ വലിയ ഒരു എന്താ പറയുക, അകത്ത് കയറുമ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്, വലിപ്പം കുറവൊന്നും കാണുന്നില്ല. ഡാഷ്ബോർഡ് അത്യാവശ്യം നല്ല ഡാഷ്ബോർഡാണ്. ഈവൻ ദോ ഇറ്റ്സ് ഹാർഡ് പ്ലാസ്റ്റിക്. സ്റ്റിയറിംഗ് കൊള്ളാം. പിന്നെ ഇരിക്കുന്ന സീറ്റിൻ്റെ ഒരു പൊസിഷൻ കൊള്ളാം. അതായത് നല്ല കാഴ്ച തരുന്ന ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് അല്ലെങ്കിൽ പൊസിഷനാണ്. ഹോൺ ഒരു മിക്കി ഹോണാണ്, അടിച്ചപ്പോൾ കേൾപ്പിച്ച കാര്യമാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം ബ്രേക്സ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ്. അത്യാവശ്യം നല്ല ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട് ബ്രേക്ക്. മാരുതിയുടെ ബ്രേക്കുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇവൻ ദോ ഫ്രണ്ട് ഓംനി എയറ എല്ലാം ഡിസ്ക് ബ്രേക്കുകളാണ്. അതിന് പവർ ബ്രേക്കുകൾ പവർ ബ്രേക്കിൽ നീങ്ങി കൂടി ഇപ്പോൾ 800 പവർ ബ്രേക്ക് കയറ്റിയ കഥയൊക്കെ നമ്മൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. അതായത് ചെറിയൊരു കിറ്റൊക്കെ കിട്ടായിരുന്നു പവർ ബ്രേക്കിൻ്റെ, അതൊക്കെ കയറ്റായിരുന്നു. അപ്പോൾ ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മുമ്പിൽ മക്പേഷൻ സെറ്റ് തന്നെയാണ്. ആ ബാക്കിലെ ടോർഷൻ ചെയ്യുമ്പോൾ സാധാരണ സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ്. മിററുകൾ നല്ല കാഴ്ച വരുന്നുണ്ട്. ഉള്ളിലെ മിററിന് ഡിമ്മിങ് ഫീച്ചർ ഇല്ല എന്നുള്ളത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. അതായത് ഞാൻ പറയുന്നത് എനിക്ക് ഓട്ടോ ഡിമ്മിങ് ഒന്നും വെച്ചില്ല, ഒരു ചെറിയ കുനിപ്പ് വേണമായിരുന്നു. കുനിപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, ആ ഒരു ഡിമ്മിയുടെ സാധനം അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ സിറ്റി യൂസിന് ബെസ്റ്റ് AMT ആയി തുടങ്ങിയിട്ടുണ്ട്. അതായത് മാനുവലിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല. സിറ്റിയിൽ ഇങ്ങനെ ചുമ്മാ ഓടിച്ചുകൊണ്ട് നടക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു AMT ആണ് നല്ലത് മാനുവലിനേക്കാളും. പക്ഷെ ഓടിക്കാൻ ഫണ്ട് മാനുവലായിരിക്കും. അപ്പോൾ നമുക്ക് മാനുവൽ കൂടി ഓടിക്കേണ്ടതുണ്ട്. മാനുവൽ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടി പറയാം, എങ്ങനെയാണ് ഷിഫ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. അപ്പോൾ ഓൾട്ടോ കേട്ടൻ AMT എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈവൻ ദോ സെലേറിയോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കൂടാതെ ആ ഒരു സെലേറിയോയ്ക്ക് ഒരു ഇത്തിരി പവർ കുറവ് തോന്നിയ ഫീൽ ഉണ്ട്. അതായത് ഒരു ഇത്തിരി ലോങ് ഓടിക്കുമ്പോഴേ ഇത്തിരി ഒരു ബോറിംഗ് ഫീൽ തോന്നിയായിരുന്നു. പക്ഷേ ആ ഒരു ഫീൽ കൂടി ഈ ഒരു ഓൾട്ടോ കേട്ടനില്ല. ഓൾട്ടോ കേട്ടൻ അത്യാവശ്യം ഫൺ ഉണ്ടെന്നുള്ളതാണ്. മാരുതി ആൾട്ടോ കേട്ടൻ്റെ മാനുവൽ ഓടിക്കുകയാണ്. ഓട്ടോമാറ്റിക് ഓടിച്ചപ്പോഴേ എനിക്ക് ഏകദേശം 21 കിലോമീറ്ററൊക്കെ മൈലേജ് കാണിച്ചു. ഞാനൊന്ന് 0 ആക്കട്ടെ കേട്ടോ. 0 ആക്കിയിട്ട് യെസ് 3 4 എത്രയും പെട്ടെന്ന് 5ാമത്തെ കയറത്തുമ്പോഴേ എന്താവുന്ന അവസ്ഥ വേണേ 5 ഓക്കെ 20.3 ആവറേജ് കാണിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം കാണിക്കാൻ പറ്റുന്നോട്ടെ. ഞാൻ എൻ്റെ ഒരു കണക്ക് കൂട്ടിൽ വെച്ചിട്ട് ഉള്ളൊരു മൈലേജ് ഞാൻ നിർത്തിട്ട് പരിപാടി പിന്നെ കാലെടുത്ത് ഓടിക്കാം. അപ്പോൾ 20.3 22.8 ഞാൻ ഓടിക്കുന്നത് വളരെ കുറഞ്ഞ സ്പീഡിലാണ്. അതായത് ഏകദേശം ഒരു എന്താ പറയുക 20 കിലോമീറ്ററിന് പുറത്ത് യൂഷ്വൽ മൈലേജ് ഉള്ള വണ്ടിയാണ് ഓൾട്ടോ എന്നുള്ളത്
സിമ്പിളായിട്ട് എവിഡൻ്റാണ്. 24.4ഒക്കെയാണ് കമ്പനി പറയുന്നത്. എന്നിരുന്നാൽ കൂടി 21, 22ഒക്കെ നമുക്ക് കണ്ണ് മൂട്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് റീസെറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കൊണ്ടാണ്. പക്ഷേ ഓട്ടോമാറ്റിക് ഓടിച്ച് പോയത് ഏകദേശം ചാലക്കുടി ആ ഒരു റൂട്ടൊക്കെ പോയി. അതായത് 100 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഓടിച്ച ഒരവസ്ഥയിലാണ് പറയുന്നത് മൈലേജിൻ്റെ കാര്യം. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണ് വണ്ടി എന്നുള്ളതാണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം കൂടി പറയാം. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേ ഈ ഒരു സ്റ്റിയറിങ് ആ ഒരു ഡെഡ് സെൻറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ അത് അത്ര കാര്യമായിട്ട് മറ്റുള്ള മാരുതികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് അത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഗുണമായിട്ട് കാണാം. പിന്നെ നല്ല ഒരു നൈസ് ടു ഹോൾഡാണ്. അതുമാത്രമല്ല ഈ ഒരു ഷിഫ്റ്ററും കൊള്ളാം. ഈ കേബിൾ യൂസ് ചെയ്തിട്ടുള്ള ഷിഫ്റ്റർ വന്നപ്പോൾ തന്നെ ഓൾട്ടോയുടെ ഷിഫ്റ്ററിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി സ്മൂത്ത് ആയിട്ടെന്ന് പറയാം. അതായത് സ്ലിക്ക് ഷിഫ്റ്റ് എന്നൊക്കെ പറയും ഈ ഒരു കാറ്റഗറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഷിഫ്റ്റാണ്. പിന്നെ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ക്ലച്ചിൻ്റെ ലൈറ്റ്നെസ് ആണ്. ക്ലച്ചിൻ്റെ ലൈറ്റ്നെസ് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, AMT ആണ് സിറ്റിയിലൊക്കെ ഓടിക്കാൻ ഈസി എങ്കിലും മാനുവലാണ് ഫൺ എന്ന് പറയുമ്പോഴേ ഇത് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഗിയർ ഷിഫ്റ്റൊക്കെ മാറി ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അതൊന്ന് ഓട്ടോയ്ക്ക് ആണെങ്കിൽ തേർഡിലെടുത്ത് ഇങ്ങനെ കാല് കൊടുത്ത് ഇങ്ങനെ പോകുമ്പോൾ 66.6 PS 89 Nm എന്ന് പറയുന്ന ഒരു പവർ ടോർക്ക് ഫിഗറുകൾ അത്ര കുറവല്ല. കാരണം ഈ വണ്ടിക്ക് വെയിറ്റ് കുറവാണ്. അത് മാത്രമല്ല എനിക്ക് നല്ല പവർ ടു വെയിറ്റ് റേഷ്യോ കൂടി വണ്ടിക്ക് ഉണ്ടാവും. അതായത് 0 to 100 അങ്ങനെയുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ആ ഒരു പഴയ ഓൾട്ടോയുടെ കാര്യം പറഞ്ഞു 13.5 സെക്കൻഡ് 0 to 100 എത്തുമെന്ന് പറഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക് അല്ലല്ലോ, മാനുവലായിരുന്നില്ലേ. എനിക്ക് തോന്നുന്നു ഏറ്റവും ഫൺ ഫാക്ടറുള്ള വണ്ടി എന്ന് പറയുന്നത് മാനുവലാണ്. അപ്പോൾ ഏത് വണ്ടി എടുത്താലും AMT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കാരണം AMT എന്ന് പറയുന്നത് ബോറിംഗ് ഗിയർ ബോക്സ് ആണ്. നമുക്ക് ഈ മോഡൽ വണ്ടിക്കൊക്കെ അത് മതി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല ഒരു ടോപ്പിൻ്റെ ഒക്കെ വന്നപ്പോൾ ലോ റേഞ്ച് മിഡ് റേഞ്ചൊക്കെ നല്ലതാണെങ്കിൽ കൂടി ഒരു ടോപ്പ് റേഞ്ചിലേക്ക് നമ്മൾ എത്തുമ്പോഴേ ആ ഒരു അകറുന്ന സൗണ്ട് കുറച്ച് കൂടുതലായിട്ട് AMT ഫീൽ ചെയ്തു. ഇതൊന്ന് കാല് കൊടുത്തോട്ടെ. 4th 3rd ഇല്ല കേട്ടോ, ശരിക്കും AMTക്ക് കുറച്ചും കൂടി സൗണ്ട് കൂടുതലായിട്ട് തോന്നി. അതൊരു പക്ഷേ ആ വണ്ടിയുടെ ബിഹേവിയർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ ഒരു പ്രത്യേകത ആയിരിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് കൺഫ്യൂസ് ആവുന്നുണ്ട് ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ. സിഗ്നലിൽ പോകുമ്പോൾ സെക്കൻഡും തേർഡിലേക്ക് മാറി തേർഡും സെക്കൻഡിലേക്ക് മാറി ഷിഫ്റ്റ് ഒരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓക്കെ, അതൊക്കെ AMTയുടെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അത് പോട്ടെ. അപ്പോൾ നമ്മൾ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ ഓടിക്കാൻ നല്ല രസമുണ്ട്. പഴയ ഓൾട്ടോ നിന്ന് പുതിയ ഓൾട്ടോ കേട്ടനായപ്പോൾ പുതിയ ഓൾട്ടോ കേട്ടനായപ്പോൾ എനിക്ക് തോന്നുന്നു ഷിഫ്റ്റൊക്കെ തന്നെ അത്യാവശ്യം നല്ലതായി. ക്ലച്ച് ലൈറ്റാണ്. ബ്രേക്കിൻ്റെ കാര്യം ഞാൻ പറയാല്ല, നല്ല ബ്രേക്കാണെന്ന് ഞാൻ ഓൾറെഡി AMTയുടെ കാര്യത്തിൽ പറഞ്ഞാൽ വീണ്ടും പറയുന്നില്ല. പിന്നെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് സസ്പെൻഷനാണ്. സസ്പെൻഷൻ കാര്യമായിട്ടുള്ള ഒരു അലോസരമൊന്നും തരുന്നില്ല. അതായത് ഇപ്പോൾ നല്ല ചാട്ടങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യുന്ന പറയുമ്പോഴേ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള സസ്പെൻഷനായിട്ട് മാറിയിട്ട് മാരുതി വണ്ടികൾ ഇപ്പോൾ ഈടെയായിട്ട്. ആ ഒരു കാര്യം ഈ ഒരു ഓൾട്ടോ കേട്ടലിലും കാണാം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും പറയുന്നു, കാറ്റഗറി വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു വണ്ടിയുടെ മാത്രം കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു വണ്ടിയുടെ കാറ്റഗറിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എൻട്രി ലെവൽ കുഞ്ഞ് ഹാച്ച് ബാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിരിക്കുന്ന പോസ്റ്ററും ഈ സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷനും ശരിക്കും നല്ലതാണ്. അതായത് ഇപ്പോൾ ഒരു ടിൽറ്റും റീച്ചും സ്റ്റിയറിംഗ് ഇല്ല എന്നൊരു പരാതി പറയാൻ പറ്റില്ലെന്ന് അർത്ഥം. കാരണം നമ്മൾ സ്പോട്ട് ഓൺ ആണ്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് ഞാൻ ഏകദേശം 5.7 ഉണ്ട്. എൻ്റെ ഒരു ഹൈറ്റിന് എനിക്ക് കറക്റ്റ് സ്പോട്ട് ഓൺ ആണ്. ഞാൻ ഈ പിടിക്കുന്ന കൈയിൻ്റെ ഒരു ലെങ്ത്തും അല്ലെങ്കിൽ എന്താ പറയുക ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു പൊസിഷനും നമ്മുടെ കണ്ണിന് തടസ്സപ്പെടുത്താത്ത ആ ഒരു കാഴ്ച തരുന്ന ആ ഒരു രൂപത്തിലുള്ള ആ ഒരു ഫിറ്റ്മെൻറ്റ് എല്ലാം തന്നെ മികച്ചാണെന്ന് കാണാം. ഇതിലിപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫൺ ഫാക്ടർ തന്നെയാണ്. കാല് കൊടുത്താൽ പറന്ന് കയറി പോകുന്ന ഒരു ഫീല് പഴയ ഓൾട്ടോ കേട്ടൻ്റെ അത്രയും ഉണ്ടോ വെച്ചില്ല കേട്ടോ, ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ ഓൾട്ടോ കേട്ടൻ വേറെ ലീഗായിരുന്നു എന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞ ആദ്യ ജനറേഷൻ ഓൾട്ടോ കേട്ടൻ്റെ കാര്യമാണ്. ഈ ഒരു ഓൾട്ടോ ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു BS6 ആയി, ഡ്യുവൽ ജെറ്റ് വന്നു, ഡ്യുവൽ V8 വന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പതുങ്ങിയിട്ടുണ്ട് വണ്ടി, അതായത് പവർ കാര്യത്തിൽ 1 ലിറ്ററിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ ഒരു കേട്ടൻ ഇതിൻ്റെ ഒരു കാര്യമാണ് ഓൾട്ടോ കേട്ടൻ എന്ന് പറയുന്നത്, അതായത് 1 ലിറ്റർ എഞ്ചിൻ. അപ്പോൾ ഈ ഒരു കേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു നോ നോൺസെൻസ് കാറെന്ന് പറയാം. ആ ഒരു കൂടിയ RPM എഞ്ചിനോട്ട് അകത്ത് വരുമ്പോൾ ഒരു സ്പോർട്ടിനോടായിട്ട് തോന്നില്ലേ. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. മാനുവൽ ഓട്ടോമാറ്റിക് അല്ല AMT ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ. രണ്ട് വണ്ടികളിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് AMT ആണ്, കുറച്ചുകൂടി ഫൺ എന്ന് പറയുന്നത് മാനുവലാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ചാട്ടം ചാടി സസ്പെൻഷൻ വെക്ക് കണ്ടു. അപ്പോൾ അതേപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടും തന്നെ കരുതണം. അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ എന്തിനാണ് അറിയാലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് നിർത്തിയിട്ട് ഒന്ന് കാല് കൊടുത്തെടുത്തിട്ട് ബൈ പറയാം. ഓക്കെ, ഞാൻ നിർത്തി, വണ്ടികളൊന്നുമില്ല. ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. ദെൻ പുട്ട് ഇറ്റ് ഇൻ ദ ഫസ്റ്റ്. ദെൻ ആ ബൈക്കിന് കയറി വിട്ടു. ദെൻ അടുത്ത ബൈക്കിന് കയറി വിട്ടു. ദെൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.